പൊളി പൊളി എന്നാ നിറയെ ടീഷർട്ട് മുഴുവൻ നിറയെ ആൾക്കാർ ഫോട്ടോ ഞാൻ ചുമ്മാ അവര് ഒരു വഴിക്കുവാണെങ്കിൽ വിചാരിച്ചല്ലേ വെച്ചേക്കണതാ എന്നാ കൊണ്ടൽ എന്നാ കൊണ്ടുവരുന്ന എന്നാ കൊണ്ടൽ വിശേഷം പറഞ്ഞാട്ടെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അന്തമാരി പേസിഡേ എന്നാ ക്യാരക്ടർ പേര് പറയാം വിശേഷം പറയാം കോട്ടയത്താണോ ഞാൻ അവിടെ വായ നോക്കാൻ വേണ്ട വേണ്ട ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പാവൻകുട്ടിയാണ് പാവം പാവൻകുട്ടിയാണ് ഞാൻ പൊട്ടിയതാണ് സോറി സാർ ഇത്ര ഡിസ്റ്റൻസിന്റെ മുള്ളാൻ നിൽക്കുന്ന സമയത്ത് ഈ കാറ്റുള്ള അപ്പുറത്താരെങ്കിലും നിൽക്കണ്ട പുള്ളം തെറിച്ചാന്ന് വിചാരിക്കും അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അങ്ങനെ തെറിച്ച ആൾക്കാരുണ്ട് ഉപ്പൊള്ളാന്ന് വിചാരിച്ചു ഈ ബോട്ട് ഇങ്ങനെ അടിക്കുമ്പോ വെള്ളം തെറിക്കും ഉപ്പൊള്ളാന്ന് വിചാരിച്ചിട്ട് ടൈം ലാപ്സ് വെച്ചിട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഇതിനനുസരിച്ച് ഇങ്ങനെ പോകും. നല്ല തൂട്ടിളക്കം പിടിച്ചു കഴിഞ്ഞാൽ കടലിന്റെ നടുക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ രാവിലെ കടലിൽ പോയ പിന്നെ രാത്രി അല്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, എല്ലാം കടലിൽ ചെയ്തു അത് നിന്ന് കൊടുക്കുക. മഴ പെയ്യുമ്പോഴേക്കും ഓടി കയറാൻ ഞാൻ അവിടെ പോയിട്ട് ഞാൻ നടുക്കടലിൽ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യല്ല, കയറിട്ട് പിടിച്ച് വെള്ളം. അങ്കമാലി സ്ലാങ് വരുന്നുണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തോന്നിയിട്ടുണ്ട്. അത് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. പിന്നെ ചോക്ലേറ്റ് ബോയ് ഒക്കെ ആയിട്ടൊക്കെ നല്ല രസമായിരിക്കും. കൊച്ചിന്റെ പഴയ ഒരു രാജ്യം പണ്ടത്തെ ലാലേട്ടന്റെ ഒക്കെ ചിത്രങ്ങളുണ്ടല്ലോ, ക്യൂട്ട് പെപ്പെ. അതന്നെ ക്യൂട്ട് പെപ്പെ. എന്നായാലും കുട്ടീനെ നിങ്ങള് ബുദ്ധിമുട്ടിച്ചോ? സന്തോഷമുണ്ട്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷഹന, വെൽക്കം ടു ഷോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കൊണ്ടൽ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അതിന് നമ്മുടെ പോലെ നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ആന്റണി ചേട്ടൻ, ഗൗതമി ചേച്ചി, ആഷ്ണൽ ചേട്ടൻ, സിരാജ് ചേട്ടൻ ആൻഡ് രാഹുൽ ചേട്ടൻ, വെൽക്കം ടു ഷോ. താങ്ക് യു സോ മച്ച്. സെറ്റായില്ലേ? പൊളി പൊളി. ഞാൻ വിചാരിച്ചു മാറിപ്പോകും. ഇല്ല, നിങ്ങൾ മാറിയിരുന്നത് കൊണ്ട് എനിക്ക് മാറിപ്പോയി, പക്ഷെ എന്നാലും ഞാൻ പിടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് ആന്റണി ചേട്ടനെയും തുടങ്ങാം. എന്നാ നിറയെ ടീഷർട്ട് മുഴുവൻ നിറയെ ആൾക്കാരുടെ ഫോട്ടോ ആണല്ലോ, എന്നാ പരിപാടി? ഞാൻ ചുമ്മാ അവര് ഒരു വഴിക്കുവാണെങ്കിൽ വിചാരിച്ചല്ലേ? വെച്ചേക്കണതാ. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. സോ ഓണത്തില് നമ്മുടെ സിനിമ തിയേറ്ററിൽ വരുവാണ്. സോ ആദ്യം തന്നെ ചോദിക്കാം, എന്നാ കൊണ്ടൽ? എന്നാ കൊണ്ടുവരുന്ന വിശേഷം പറഞ്ഞാട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അന്തമാരി പേസിഡേ. സെപ്റ്റംബർ 13 നമ്മുടെ പടം ഇറങ്ങണത്. ഡയറക്ട് ചെയ്തേക്കണത് അജിത്ത് എന്ന് പറഞ്ഞിട്ട്, പുള്ളിയുടെ ആദ്യത്തെ പടമാണ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചേക്കണത് ഞങ്ങള് മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതൊരു കടലിലാണ് ഒരു 80% ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഫാമിലി ഇമോഷൻ ഉണ്ട്, പ്രണയമുണ്ട്, കുഞ്ഞു കുഞ്ഞു തമാശകളുണ്ട്, വലിയ ഒരു 5-6 ഫൈറ്റ് ഉണ്ട്, പിന്നെ ടെൻസ്ഡ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സുകളുണ്ട്. പിന്നെ ഒരു തിയേറ്ററിൽ ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം ഈ പടം. പിന്നെ കടലിന്റെ ആംബിയൻസിൽ ഉള്ളൊരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വന്ന് ഓണത്തിന് കാണാൻ പറ്റിയ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പടം. എന്നാ ക്യാരക്ടറിന്റെ പേര്? മാനുവൽ. നമ്മൾ ട്രെയിലറും ചെയ്യുന്നു മാനുവലേ വിളിക്കുന്നുണ്ട്. അപ്പൊ മാനുവലിന്റെ ഒരു സംഭവമാണ്, അടിയിടിയൊക്കെ ചേർന്നൊരു സംഭവമാണ്. മാനുവലിന്റെ മാത്രമല്ല, ഇതിനകത്ത് എല്ലാ ക്യാരക്ടറുകളും അത്ര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്. ബാക്കി വരുന്നതായിരിക്കും അടുത്തുള്ളവരോട് ഓക്കെ. ആശ്വതി ചേട്ടാ പറഞ്ഞാട്ടെ, എന്നാ ക്യാരക്ടറിന്റെ ക്യാരക്ടർ പേര് പറയാം, വിശേഷം പറയാം. മൂവിനെ അലക്സ് എന്നാണ്. ബോട്ടില് കടലിലുള്ള പരിപാടികളാണ്. മീൻപിടുത്തക്കാരൻ. അതെ, മീൻ പിടിക്കുന്നുണ്ട്, മീൻ കഴിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. തല കിട്ടുന്നുണ്ടോ അലക്സേ? പിന്നല്ലാണ്ട് അതൊക്കെ ഉണ്ട്. കൊടുക്കും മേടിക്കും. ഈ മീൻ പിടിക്കാൻ പ്രത്യേകം പഠിക്കോ അങ്ങനെ വല്ലതും ചെയ്തായിരുന്നോ? പിന്നെ ഞങ്ങൾ ഒരു 3-4 ദിവസം പഠിപ്പിച്ചായിരുന്നു. ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് ശരിക്കുള്ള ഫിഷർമാനാണ്, സുനി എന്ന് പറഞ്ഞ ആള്. പുള്ളി ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തു. ആ രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ഒരുപാട് സഹായിച്ചു. പിന്നെ ബോട്ടില് ഞങ്ങളുടെ കൂടെ, ബോട്ടിലെ ശരിക്കും ഒരു 10 പേര് കൂടെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര കൊളച്ചില്, അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഓരോ പരിപാടികളും. ഇപ്പൊ ഷോട്ടിന്റെ ഇടയ്ക്കാണേലും
ഇങ്ങനെയല്ലേ കാ അങ്ങനെയല്ലേ കാ എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഒരു കണക്കിന് ഞങ്ങൾ അങ്ങ് ചെയ്തു. പിന്നെ 19 ദിവസം കടലിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ process ല് പഠിക്കുന്നു. അതെ, അത് ചോദിക്കാൻ ഞാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് നമ്മളൊരു ഇൻട്രോ പോണ്ടേ, അതാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി ക്യാരക്ടറിന്റെ പേര്, ഡീറ്റെയിൽസ്. പാവം ഒരു ക്യാരക്ടറാണ്, ഒരു പാവം കുട്ടിയാണ്. അല്ല വെച്ചാ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ എന്താ പാവം, പാവം കുട്ടിയാണ്. ഞാൻ പൊട്ടിയതാട്ടെ, സോറി ട്ടാ, ഇത്ര ഡിസ്റ്റൻസിന്റെ ആയിരിക്കും. പോട്ടെ വിട്ടേ. ആ ഫ്ലോ പോയി. അയ്യോ സോറി ഞാൻ കേട്ടത് അങ്ങനെ. ഞാൻ കളിയാക്കി പറഞ്ഞത് ആ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഓക്കെ, പാവംകുട്ടി പറഞ്ഞോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, പക്ഷെ ബാക്കി ക്യാരക്ടേഴ്സും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ കഥയുടെ ഫ്ലോ പോവും, ആ നറേറ്റീവ്, ആ ഒരു എന്താണ്, ആ നറേറ്റീവ് ഫ്ലോ പോവും. അപ്പം എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, നമ്മൾ ഈ ഇൻ്റർവ്യൂസിൽ കാണുന്നതും കാണാത്തതായിട്ട് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ സ്ക്രിപ്റ്റിൽ അത്രതായ ഒരു എന്താണ് പ്രാധാന്യമുള്ള റോളാണ് എല്ലാവർക്കും ഉള്ളത്. സോ എനിക്ക് ഇത്രേ ഉള്ളൂ പറയാനായിട്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പാവം കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എനിക്ക് സെക്കൻഡ് ഷോയ്ക്ക് ഫസ്റ്റ് മൂവി അതായിരുന്നു. ഇപ്പൊ ഒരു 10-12 വർഷം ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു പോയി. അതിനകത്തൊക്കെ പകുതിയും പാവം കുട്ടി വരുന്നുണ്ട്, ഭയങ്കര എല്ലാം വരുന്നുണ്ട്. അതേപോലുള്ള പാവം കുട്ടിയാണോ അതോ ശരിക്കും ഭയങ്കര കുട്ടിയായിട്ട് പാവം എന്ന് പറയുന്നതാണോ? അയ്യോ അല്ല, എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഇതുവരെയും ചെയ്തതിൽ നിന്നും വളരെ ഡിഫറെന്റ്. കാരണം നിങ്ങൾക്ക് കാണുന്നുണ്ട്, അയ്യോ ഇവിടെ ഇല്ല, കാണുന്നില്ല, സോറി, മറ്റേ പോസ്റ്ററിൽ കാണാം. പോസ്റ്റർ മാറിപ്പോയി. അത് ലുക്കേ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നില്ല, ആ ഒരു ഔട്ട്ലുക്കിൽ പോലും വേറെ ഇത്രയും നാളും ചെയ്ത പടത്തിൽ മൊത്തത്തിലൊരു ലുക്കും മൊത്തം ചേഞ്ച് ആണ്, ബിഹേവിയറും ചേഞ്ച് ആണ്, ബോഡി ലാംഗ്വേജും അതേപോലെ വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ്. സോ ലൈക്ക് ഐ സെഡ്, അത്ര ലൈക്ക് കരയിൽ മാത്രമേ ഉള്ളൂ. ഇവർ മെയിൻലി പടം മൊത്തം കടലിലാണുള്ളത്. സോ ആ കരയിലെ പോർഷനിൽ ഒരു ചെറിയൊരു ഒരു പാവംകുട്ടി. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല പാവംകുട്ടിയോട്. ഇനി സിരാജേട്ടാ, RDX തല്ലും കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഇതിനകത്ത് എങ്ങനാ ഫുള്ള് തല്ലൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല, ഇതില് എന്റെ ഡിക്സൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഡിക്സൺ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇതിനകത്ത് പറഞ്ഞ പോലെ തല്ലും കിട്ടുന്നുണ്ട്, തല്ല് കിട്ടി നന്നാവുന്നുണ്ട്. നല്ലൊരു ഭയങ്കര പാവം. ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്യാരക്ടർ, അടിപൊളി. നന്നായിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ്. എന്റെ ക്യാരക്ടറിന്റെ ഒരു മൈക്കിൾ എന്നാണ്, തെറുപ്പൻ വിളിക്കുക. അപ്പം തെറുപ്പൻ എന്നാണ് വിളിക്കുക. അത് തന്നെയാണ് ആ ക്യാരക്ടറിന്റെ മീറ്ററും. തെറിച്ച് തെറിച്ചിരിക്കാന്ന് പറയുന്നില്ലേ. അപ്പൊ ഒരു നല്ലവനാണെന്ന് ഞാൻ പറയില്ല, പറഞ്ഞല്ലോ. എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. അതൊരു കിക്ക്. 2 കടല്. പിന്നെ ഞാൻ ഫൈറ്റ് ആദ്യമായിട്ടാണ് ഈ പടത്തിൽ ചെയ്യുന്നത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാടായി. ഇനി വേണ്ട, മച്ചാൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആദ്യമായിട്ട് ചെയ്യുന്നത്. അയ്യോ, അത് പുള്ളി ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കുന്നത് കൂടെ ചെയ്യുന്നവരെ. അത് ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ RDXന്റെ എന്താ പറയാ, ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാ ക്രൂക്കാർ വീണ്ടും ഇതിലേക്ക് ജോയിൻ ചെയ്തേക്കാണ്. കുറച്ച് ആർട്ടിസ്റ്റ് മാറിയാൽ ബാക്കി ഇപ്പം നിങ്ങൾ രണ്ടുപേരും അതിനകത്തുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സെയിം വീണ്ടും ഒരേ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുമായിട്ട്? ഒരേ ലൊക്കേഷൻ ആയിരുന്നില്ലല്ലോ, എന്താ നമുക്ക് പിന്നെന്താ എല്ലാവരും പരിചയമുണ്ട്. ഇപ്പൊ സിറാജിനെ പരിചയമുണ്ട്. പിന്നെ ആരുണ്ടായിരുന്നു, ഡയറക്ഷൻ ടീമിലെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോ, അത് സാധാരണ നമ്മള് പുതിയ സെറ്റ് ചെല്ലുമ്പോ നമുക്കൊരു ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ഇതുണ്ടാവും, ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നവും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇതെല്ലാം ഒരു സ്പേസിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. വേറെ ലൊക്കേഷനിൽ നമ്മൾ പോകുന്നില്ല. എല്ലാവരും ആ ബോട്ടിനകത്ത് തന്നെ ഡെയിലി പറഞ്ഞ പോലെ 80 ദിവസത്തോളം അവിടെ തന്നെ നിൽക്കുമ്പോൾ ഒന്നും കൂടെ രാവിലെ ബോട്ടിൽ കയറ്റി അവര് ബിഗ് ബോസ് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 70-80 ദിവസത്തോളം 70-80 ദിവസത്തോളം കടലിൽ താമസിച്ചോ? ചേച്ചിയില്ല, എന്നാലും ബാക്കിയുള്ളവർ കടലിൽ താമസിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എങ്ങനെ ബിഗ് ബോസ് പോകാൻ താല്പര്യം, ഇൻട്രസ്റ്റ്? അടുത്തൊരു ഓഫർ വന്നാൽ ഇതെന്താ ബിഗ് ബോസ്? അല്ല, ബിഗ് ബോസ് ഇതായിട്ട് നേരത്തെ കമ്പയർ ചെയ്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് അവിടെ നിൽക്കുന്നത് ആ ഷൂട്ടുള്ള സമയം മാത്രമല്ലേ അവിടെ നിൽക്കുന്നുള്ളൂ. തട്ടുന്ന മുട്ടുന്നൊക്കെ ഒരാളായിരിക്കും, 1-2 വട്ടമൊക്കെ തട്ടുന്ന ഒരാളൊക്കെ തന്നെ ആയിരിക്കും. നമ്മള് സോറി എന്തൊക്കെ പറഞ്ഞ് നമ്മള് ഒരുപാട് കാണുന്നൊക്കെ ഒരേ ആൾക്കാർ തന്നെ ഉള്ളു ഡെയിലി 80 ദിവസം. മടുത്തിട്ടൊന്നുമില്ലേ? മടുക്കില്ല, വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. മടുത്തിട്ടില്ല ഇപ്പോഴും. ഒരു ബോയ്സ് ഹോസ്റ്റലായിരുന്നു ആക്ച്വലി. അതങ്ങനെ കൂടും. ഭയങ്കര രസമായിരുന്നു. എല്ലാവരുമായിട്ടും ഭയങ്കര കണക്റ്റഡ് ആയി. പിന്നെ അവസാനം ഷൂട്ട് ചെയ്യാറായി ഭയങ്കര വിഷമായി. അങ്ങനെ അത്രയും ദിവസം ഒരുമിച്ച് കാണുമ്പോ ഒരു കണക്ഷൻ നമ്മളറിയാതെ തന്നെ അങ്ങനെ വരും. സത്യം.
ഉണ്ടായിരുന്നു. ഈ 80 ദിവസം കടലിൽ നിന്ന സമയത്ത് കരയിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കടലിൽ നിന്ന സമയത്ത് എങ്ങനെയാണ് ക്യാരവനും ഫെസിലിറ്റീസ്? കാരവാൻ കടലിലല്ലേ? എന്തായാലും റെസ്റ്റ് എടുക്കണമല്ലോ. അതെ, അവര് വേറെ കപ്പലിലേക്ക് ചാടി റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഈ കപ്പലിലേക്ക് വരും. അവിടെ ഇല്ല, അവിടെ അങ്ങനൊരു കുറച്ച് പലകകളുണ്ട്, പലകകള്. സെറ്റപ്പില്ല അവിടെ. മുള്ളാനായിട്ട് ഒരു കയർമ പിടിച്ച് താഴെ ഒരു ഇതില് സ്റ്റെപ്പിൽ മുള്ളാൻ. അത് ബോട്ട് ഇങ്ങനെ ആടുമായിരിക്കും, പക്ഷെ നമ്മൾ അവിടെ നിന്ന് ബാലൻസ് ഒക്കെ ചെയ്ത് ഈ പേടി ആദ്യത്തെ 2-3 ദിവസം മുള്ളിയിട്ടില്ല, പിന്നെയാണ് പതുക്കെ വേറെ മാർഗ്ഗമില്ലാത്ത ലാസ്റ്റ് ആയപ്പോ കൈയൊക്കെ വിട്ടൊന്ന് മുള്ളിയവരുണ്ട് കയ്യൊക്കെ വിട്ടോ? ബോട്ടിന്റെ എഡ്ജില്. അല്ലല്ല, ആദ്യം കടലിന്റെ അകത്ത് ഇങ്ങനെ പക്ഷെ ഏറ്റവും വലിയ വെച്ചാൽ ഈ മുള്ളാൻ നിൽക്കുന്ന സമയത്ത് ഈ കാറ്റുള്ള അപ്പുറത്താരയിൽ നിൽക്കുന്ന അവസാനം ആ സ്പോട്ടിൽ ഒരു കൊടി വെച്ചു, കാറ്റിന്റെ ഡയറക്ഷൻ ഉപ്പുവെള്ളം തെറിച്ചാന്ന് വിചാരിക്കും കടൽ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്, അങ്ങനെ തെറിച്ച ആൾക്കാരുണ്ട്. ഉപ്പുവെള്ളം വിചാരിച്ചു ഈ ബോട്ട് ഇങ്ങനെ അടിക്കുമ്പോ വെള്ളം തെറിക്കും, ഉപ്പുവെള്ളം വിചാരിച്ചിട്ട് അയ്യോ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നിങ്ങക്ക് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ. പിന്നെ അവിടെ ഇപ്പൊ എല്ലാവരും ഈക്വൽ ആയിട്ട് ഫീൽ ചെയ്തു. അതായത് വലിയ ഗുണാണ്ടന്മാർ ആരും ഇല്ലാത്ത, കാരണം വേറെ എല്ലാവരും ഒരു ഈക്വൽ സ്പേസിൽ ഈക്വൽ, എല്ലാവർക്കും അത് ആർക്കും ഒരു സ്പെഷ്യൽ പ്ലേസ് ഒന്നും ഇല്ല ഇരിക്കാനോ നിൽക്കാനോ. അത് ഭയങ്കര രസമായിരുന്നു. എല്ലാരും കൂടി ഒരുമിച്ച് നമ്മള് തണല് നോക്കിയിരിക്കുന്നത്. സണ്ണിന്റെ ഡയറക്ഷൻ മാറി, ഈ ബോട്ട് ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് സണ്ണിന്റെ ഈ തണല് കിട്ടുന്ന ഡയറക്ഷൻ മാറുമല്ലോ. എല്ലാരും ഇങ്ങനെ പോകുന്നതാണ്. ഒരു മറ്റേ ടൈം ലാപ്സ് വെച്ചിട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കാണാം എല്ലാരും നിഴലനുസരിച്ച് ഇങ്ങനെ പോകും. മറ്റേ വീൽ ഹൗസിനകത്ത് ഈ അട്ടിയിട്ട് കണക്കാണ് കിടക്കുക. ചിലപ്പോ ഒരാളുടെ കാലിന്റെ അവിടെ ആയിരിക്കും മറ്റേ തലയിരിക്കുന്നത്. ഇട്ടേക്കൂലേ, അതേപോലെ അടുക്കി അടുക്കി ഇട്ടുണ്ടാവും. ഓരോരുത്തരും ഷോട്ടിന് വിളിക്കുമ്പോ ഓരോരുത്തർ എണീറ്റ് പോകും. അവിടെ വേറെ ചില ദിവസങ്ങളിൽ എല്ലാവർക്കും ഷോട്ട് കാണില്ല. നമ്മൾ പക്ഷെ ആ ഹോൾ ഡേ നമ്മൾ ആ ബോട്ടിൽ ഉണ്ടാവണം. ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാണ് പാട്. കാരണം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ 80 ദിവസം അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും ഉണ്ടായിരുന്നു. ചിലരൊക്കെ വളരെ കഷ്ടപ്പെട്ടവരുണ്ട്. പിന്നെ വേറെ തിരിച്ച് എത്താം. അതായത് നല്ല കൂട്ടിളക്കം പിടിച്ചു കഴിഞ്ഞാൽ കടലിന്റെ നടുക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വേറെ നിവൃത്തിയില്ല. തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് വേറെ വഴിയില്ലല്ലോ. അപ്പൊ രാവിലെ കടലിൽ പോയ പിന്നെ രാത്രി അല്ല അത്രയും ഒരു മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഉച്ചക്ക് കഴിക്കാൻ നിങ്ങള് കഴിക്കാൻ പറ്റും എന്ന് പറയുന്നു. ഉച്ചകാല് ഷൂട്ട് കരയാൻ തുടങ്ങും ഞങ്ങള്. അതിന്റെ ഇടയ്ക്ക് തല്ലൊക്കെ കിട്ടിയിട്ടാണെങ്കിൽ പിന്നെ രസം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റിലെ ചേട്ടന്മാർക്ക് ലൈറ്റ് ഒന്നും വെക്കണ്ട കടലായോണ്ട്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറെ ക്യാരറ്റ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്. ഇവരിരുന്ന് കടയെന്നായിരിക്കും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ട്രെയിന് വരും. കടലിൽ തന്നെ മീൻ പിടിക്കും. അതുപോലെ തന്നെ അത് എപ്പിക്കായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഇടയ്ക്ക് ഈ ഈ ബോട്ടിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ജോലിക്കാര്. അവർക്ക് ഫ്രീ ടൈം അവര് നേരെ ഫിഷ് ഒക്കെ ചെയ്ത് നേരെ ആദ്യത്തെ 2-3 ദിവസം ഇങ്ങനെ പൊള്ളിച്ചു വന്നു. പിന്നെ ഷൂട്ട് നിർത്തി എല്ലാവരും മീൻ കഴിക്കാൻ പോണോണ്ട് ഇനി ബോട്ടിൽ കുക്ക് ചെയ്യണ്ടെന്നൊരു തീരുമാനം വന്നു. അവർക്ക് ഞങ്ങളോട് വരുമ്പോ ബോറടിയാണ്, കാരണം അവരൊന്നും ചെയ്യാനില്ല. അപ്പൊ അവരൊന്നും ചൂണ്ടിട്ട് മീനൊക്കെ പിടിക്കുക. ശരി, അവർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. ഇപ്പം ആൻഡ്രി ചേട്ടനുമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ ഫൈറ്റ് സീൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയായിട്ട് എങ്ങനെ പിടിച്ചു? അത് കടലിൽ അത്രയും ഈ ദുർഘടം ഓൾറെഡി കഴിഞ്ഞതാ. ശരിയാ, ഇവര് കരയിലൊന്നും അത് കരയിലായിരുന്നു, ഇത് കടലിലെ വ്യത്യാസമുണ്ട്. അവിടെ പക്ഷെ ഇടിക്ക് വ്യത്യാസമില്ല. എവിടെ പോയാലും ഇടി ഒരു വ്യത്യാസമില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ബാക്കി 2 പേർക്ക് രാജുര ഓൾറെഡി അല്ലല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ രാഹുൽ ബ്രോ ഒക്കെ അടിപൊളിയായിട്ടാണ് ആദ്യമായിട്ടാ ചെയ്യുന്നത്. അപ്പൊ ബ്രോ ആയതുകൊണ്ട് മറ്റേ നമ്മുടെ ഒരു ചെറിയ സ്ട്രഗിൾ ഒക്കെ തുടങ്ങിയിട്ട് അത് വലിയ ഫൈറ്റ് ഒക്കെ ആയി. പുള്ളി സൂപ്പർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഗംഭീരമായിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. ബ്രോ ആയതുകൊണ്ട് എനിക്കത് പുള്ളി കംഫർട്ടബിൾ ആക്കി. പുള്ളി പ്രശ്നമൊന്നുമില്ല, ഒരുപാട് ഇടി കൊണ്ടിട്ടുണ്ട് അങ്ങോട്ട്. അതില് കാര്യമൊന്നുമില്ല. പുള്ളി എനിക്ക്, അതായത് പുള്ളി ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് പറയണെങ്കിൽ അത് അത്ഭുതമാണ്. കാരണം ആ അത്ഭുതപാലം പുള്ളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ സംഭവം. കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല. പുള്ളി അത് ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തു പുള്ളി. അത് കഴിഞ്ഞിട്ട് പുള്ളി ആ റിതത്തിലേക്ക് വന്ന് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. അത് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ ആദ്യമായിട്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അതല്ലാതെ ഇപ്പം ശരിക്കും നിങ്ങൾ അഭിനയിച്ച് റിയൽ ആയിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത്? വഴക്കും തല്ലും ഒന്നുമില്ല അല്ലേ?
അഭിനയം ആ ഒരു രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും അല്ല എല്ലാവരും നല്ല, ഞാൻ പറഞ്ഞില്ല ഇപ്പം ഒരു നമ്മളൊരു 10-70 പേരുണ്ടായിരുന്നു, എല്ലാവരും നല്ല. കാരണം ഈ ബോട്ടിൽ വേറെ ഒന്നുമില്ല, നമ്മൾ തമ്മിൽ തന്നെയല്ലേ ഉള്ളൂ. അതെ, നേരത്തെ പറഞ്ഞു തട്ടുന്ന മുട്ടുന്നൊക്കെ ഒരാളെ അതുകൊണ്ട് പറഞ്ഞില്ലെന്നൊക്കെ. ഇപ്പൊ ഇവർ ഈ കടലിൽ പോയ കഥകൾ വന്ന് പറയുമ്പോ സത്യമായിട്ടും കരയുടെ പോർഷൻ കഴിഞ്ഞിട്ട് ഇവർ നേരെ കടലിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വർഷം മാർച്ചിൽ എപ്പോഴാണ് കണ്ടത്. പക്ഷെ കടലിലുള്ള കുറെ പേര് കരയിലില്ല. അപ്പൊ അതുകൊണ്ട് കരയിലുള്ള കുറെ പേര് കടലിലും ഇല്ല. അതന്നെ അതാണ് നടുക്കിരിക്കണേ. കടലിലുള്ള കുറെ പേര് കരയിലും ഇല്ല. അപ്പം ഇവരുടെ ഈ കഥകളൊക്കെ സത്യമായിട്ട് ഞാൻ ഈ പ്രൊമോഷന്റെ സമയത്താണ് ഇവർ ഇത്രയ്ക്കും ഈ എന്താണ് കഷ്ടപ്പെട്ട് ഇത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നുള്ള സത്യമായിട്ടും ഇവിടെ നമ്മുടെ പ്രൊമോഷന്റെ സമയത്ത് ഇവർ ഇന്റർവ്യൂവിന് ഓരോന്നും പിന്നെ പറഞ്ഞു. ഇതിന്റെ ഒപ്പം കടൽ ചുരുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അത് വേറെ ഒരു സെഗ്മെന്റ്. എന്നാ കടലിലെ ചില സമയത്ത് കടലിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും സൺറൈസ്, മീൻ ചാടി പോണത്, ഡോൾഫിൻ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ മഴ പെയ്യണത്. ഈ കടലിൽ മഴ പെയ്യുമ്പോ നമുക്ക് പറയുന്ന പോലെ ഈസി ഉള്ള ഒരു കാര്യമല്ല അവിടെ നിക്കാനും ഒക്കെ. ഭയങ്കര പാടാ. കാരണം എല്ലാവരും ഒരു ചെറിയ സ്പേസിലേക്ക് കയറി ഒന്ന് കാറ്റടിച്ചാലും ബുദ്ധിമുട്ട്. അതൊക്കെ എങ്ങനെ നിങ്ങൾ സഫർ ചെയ്തു? എങ്ങനെയൊക്കെയോ ചെയ്തു. സിറാജ് ലൈസൻസ് അതായത് നമ്മള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, എല്ലാം കടലിൽ ചെയ്തു അത് നിന്ന് കൊടുക്കുക. മഴ പെയ്യുമ്പോഴേക്കും നമ്മൾ ഓടി കയറാനുള്ള സ്ഥലമില്ലല്ലോ, ഓടി വെള്ളത്തിൽ ചേട്ടിട്ട് കാര്യമില്ലല്ലോ. അവിടെ തന്നെ അവിടെ എന്താ ചേട്ടാ പറയും സിറാജ് നന്നായിട്ട് ബോട്ട് ഓടിക്കും, ലൈസൻസ് എടുക്കാൻ പോവാ. ബോട്ട് ഓടിക്കാൻ പഠിച്ചു കടലിൽ നിന്ന്. അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ വേറെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ബോട്ട് ഒന്ന് ഓടിച്ചാണ് ബോട്ട് ഓടിച്ചാണ്. അല്ല ബോട്ട് ഓടിക്കുന്നല്ലാതെ അന്റെ ചേട്ടൻ വല്ലതും പഠിച്ചോ? വേറെന്താ, നന്നായിട്ട് മീൻ പിടിക്കാൻ പഠിച്ചു. അതെ, മറ്റേ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഈ ചൂണ്ട ഒരു ഇതിനകത്ത് തന്നെ കൊറേ കുളത്തുകൾ ഉണ്ടാവും, അങ്ങനത്തെ ചൂണ്ടകളാ. അതില് കളറ് തീറ്റ ഒന്നുമല്ല, കളർ നൂലുകളില്ലേ, അത് കെട്ടിയിട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അനക്കുമ്പോ ഈ മീനുകൾ ഇത് കാണുമ്പോ എന്തോ എര പോണെന്ന് വിചാരിച്ച ഒരു ചാടി പിടിക്കും. അങ്ങനെ മീൻ പിടിക്കും. എന്നിട്ട് ഞങ്ങൾ തന്നെ വറുത്ത് അല്ലെങ്കിൽ കുക്കിംഗ് ആയി, എല്ലാം ആയി, സുഖമായിരുന്നു. ഈ കഥകളൊക്കെ കേട്ടപ്പോ എപ്പോഴെങ്കിലും കടലിൽ പോയി ഇതേപോലെ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ടായിരുന്നോ? എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവര് പറഞ്ഞതുപോലെ ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെ അവിടെ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവരാണുങ്ങളൊക്കെ ഒന്നിച്ചായതുകൊണ്ട് എഗൈൻ ബാത്റൂം പരിപാടി സെറ്റപ്പ് ഒക്കെ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഞാൻ നടുക്കടലിൽ ഞാൻ എന്ത് ചെയ്യും? അത് ചോദ്യമാണ്. ശരിയാണ്, ഒന്നും ചെയ്യല്ല, കയറിട്ട് പിടിച്ച് വെള്ളം അത്ര ചെയ്യാനുള്ള മല്ലയ്യ, വേറെ ഒന്നും ചെയ്യാനില്ല. ഏറ്റവും കഷ്ടപ്പെട്ട ഞങ്ങളുടെ ക്യാമറമാനാ. അയ്യോ, അത് സമ്മതിക്കണം. ഇത്ര വെയിറ്റ് പിടിച്ചിട്ട് ആട്ടവും പരിപാടി. ദീപക്കേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ആണല്ലേ? അതായത് കറക്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുമ്പോ ബോട്ടം നനഞ്ഞു. അപ്പൊ എല്ലാരെയും നമുക്ക് എന്തെങ്കിലും ബാലൻസ് ചെയ്തേക്കും. പക്ഷെ ക്യാമറയും പിടിച്ചോണ്ട് നിന്നിട്ടേ ഭയങ്കര പാടായിരുന്നു. ശരി ശരി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കോസ്റ്റ്യൂം ഒരെണ്ണം തന്നെ ആയിരുന്നു? അവിടെ കോസ്റ്റ്യൂം ചേഞ്ച് എല്ലാം ഉണ്ടായിരുന്നു? അത് നോക്കാം, ഇല്ല, അധികം കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലല്ലോ. ഒരു ഏറ്റവും കൂടി കഴിഞ്ഞാൽ 3 ചേഞ്ച് അത്ര മാക്സിമം അത്രേ ഉള്ളൂ. അതൊക്കെ ഒരു വലിയ ബാണ്ടായിട്ട് അതിനകത്ത് കയറ്റിക്കൊണ്ടുപോകും. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഷൂട്ട് ചെയ്ത് ഇപ്പൊ ഒരു സീൻ തുടങ്ങിയെന്ന് വെച്ചോ, ഒരു സീൻ തുടങ്ങി ചിലപ്പോ ഒരു 4 ഷോട്ട് എടുത്ത് കഴിയുമ്പോഴായിരിക്കും കടലിലെ വെളിച്ചം അവിടെ മാറും, ഇരുണ്ടാവും. അപ്പൊ ഈ സീനിന്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല. അപ്പൊ അവർ പറയും നമുക്ക് അപ്പുറത്ത് പോയിട്ട് മറ്റേത് എടുക്കാന്ന് പറഞ്ഞാൽ അത് പകുതി ആയി കഴിയുമ്പോൾ ഇപ്പുറത്ത് ലേറ്റ് വരും. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഭയങ്കര പാടാത്. അങ്ങനെ വരുമ്പോ എല്ലാവർക്കും മെന്റലി ഒരു സുഖം ഉണ്ടാവില്ല. ആ സീൻ പകുതിയാക്കിയിട്ട് മറ്റേ സീനും പകുതിയാക്കിയിട്ട് മൊത്തത്തില് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക്. ഈ കടലിലെ ഈ എന്താ തിരയൊക്കെ അടിച്ച് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടുന്ന് കരയിലേക്ക് വരുമ്പോ എങ്ങനെ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുമോ? അല്ല, നമ്മളിപ്പം എനിക്ക് ഫസ്റ്റ് ആദ്യത്തെ സമയമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങി രാവിലെ എണീക്കാൻ നേരത്ത് റൂമൊക്കെ കിടന്ന് ഫ്ലോട്ട് ചെയ്യും, ബെഡ് ഫ്ലോട്ട് ചെയ്യും. നമ്മള് മാത്രം ഇങ്ങനെ നിൽക്കും. നമുക്ക് തോന്നുന്നത് ഫുൾ റൂം കിടന്ന് ഇങ്ങനെ ആടുന്നു. നമ്മളെല്ലാവരും സംസാരിക്കുകയാണെങ്കിൽ ഇയാൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അത് പിന്നെ ഇങ്ങനെ വന്ന് ആദ്യത്തെ 2 വട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിനൊന്നും എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല, ഓൾറെഡി ആട്ടം ഉണ്ടല്ലോ. അത് വേണ്ടായിരുന്നു, ഞാൻ നല്ലൊരു കഥ കേട്ടോണ്ടിരിക്കുവല്ലേ. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ നിനക്കുണ്ടോ പ്രശ്നം? അങ്ങനെ പറയാൻ തുടങ്ങി. അയ്യോ, അങ്ങനെയൊക്കെ ഒത്തിരി കഥകളുണ്ടല്ലേ. ഓക്കെ, ഇപ്പൊ കരയിൽ വന്നപ്പം ആന്റണി ചേട്ടനുമായിട്ടൊക്കെ കോമ്പിനേഷൻ സീൻ ഓഫ് കോഴ്സ് കാണുമല്ലോ. കാണും.
കാണണമല്ലോ കാണാലോ കാണണമല്ലോ അപ്പൊ തന്നെയുമല്ല എന്നിരുന്നാൽ തന്നെ അങ്ങട് ബാക്കി അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ? അയ്യോ അല്ല, ഞങ്ങൾ ആക്ച്വലി വർഷങ്ങളായിട്ട് അങ്കമാലി ഡയറീസ് ഇറങ്ങിയപ്പോൾ തൊട്ടേ എനിക്ക് പെപ്പനെ പരിചയമാണ്. അപ്പൊ അന്ന് തൊട്ടേ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒന്നിച്ച് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയത്. പക്ഷെ അത് ലൈക്ക് സാർ ഇത്രയും കമ്പനി ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ലൈക്ക് ഒരു എന്താണ് ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് പണിയെടുക്കുന്നു എന്നൊരു ഇത് അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കാരണം കുറേ വർഷങ്ങൾ പരിചയമുള്ളതുകൊണ്ട് അത് എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് ഒരു അറിയില്ല. ഫാമിലി പോലെ എനിക്കൊന്ന് എല്ലാവരുമായിട്ട് ഒരു ഫാമിലി പോലെ ആയിരുന്നു നിങ്ങൾ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞപ്പോ പാക്കപ്പ് പറഞ്ഞപ്പോ ഒരു സങ്കടം വന്നു അനുശ്വര ഓൾറെഡി. അല്ല, അത് പൊതുവെ എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് സെറ്റിലും വർക്ക് ചെയ്താലും ഒരു പാക്കപ്പ് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു കയ്യടി ഉണ്ട്. ആ കയ്യടി കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അയ്യോ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സാധനം വരും. അതിപ്പം ഏത് സെറ്റിൽ പോയാലും അതിപ്പം ഒരു 3 ദിവസം പണിയാണെങ്കിലും ഒരു 50 ദിവസത്തെ പണിയാണെങ്കിലും ആ ഫീലിംഗ് എപ്പോഴും സെയിം ആണ് ഉണ്ടാകുക. ഇപ്പം ഞാൻ ആദ്യമേ ചോദിച്ച പോലെ 12 വർഷത്തോളം ചേച്ചി ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ. അപ്പോൾ ചേച്ചി ചൂസ് ചെയ്യുന്ന മൂവീസ് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു മൂവീസ് ഒക്കെയാണ് ചൂസ് ചെയ്യുന്നത്. എന്നാ എങ്ങനെ ചൂസ് ചെയ്യുന്നത്? റെയർ ആയിട്ടൊന്നല്ല, വരുന്ന അവസരം അത്രയും ചെറുതായതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. പിന്നെ പഠനം ഉണ്ടല്ലോ പുള്ളിക്കാരിക്ക്. പിന്നെ സൈഡിൽ PhD കൂടെ സയന്റിസ്റ്റ് ഉള്ളതുകൊണ്ട് എന്താണ് അങ്ങനെ എന്താണ് അല്ല നല്ല ഫ്രണ്ട്. അതെ, ഇത്രയൊക്കെ അപ്പോഴത്തേക്ക് അവന് കൗണ്ടർന്ന്. അല്ല, ബേസിക്കലി ഒന്ന് പലർക്കും എനിക്ക് തോന്നുന്നു ആ സമയത്ത് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചു ഞാൻ അഭിനയം നിർത്തിപ്പോയി. പിന്നെ ഡയറക്ഷനും വന്നു. അപ്പൊ എല്ലാവരും വീണ്ടും കുറച്ചും കൂടെ ഉറപ്പിച്ചു ഇനിയും അഭിനയിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ എന്നെ കാണാതായി. പക്ഷേ സിനിമയിൽ നിന്ന് കാണാതായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഉണ്ടായിരുന്നു. പോട്ടെ, ബാക്കി പറയാം. വീണ്ടും ഫ്ലോ പോയി ഇല്ല. അപ്പം സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ച ഇൻഡസ്ട്രിയിൽ തന്നെ കുറെ ആൾക്കാർ ചോദിക്കും അയ്യോ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ടോ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പം ആ വരുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങളാണ് ഈ ഇടയ്ക്കായിട്ട് ഞാൻ അഭിനയിച്ചത്. സോ PhD കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഓരോ വർഷം ഇങ്ങനത്തെ നല്ല നല്ല പടങ്ങൾ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്താണ് PhD കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഫുൾ ഓൺ സിനിമയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അതെ, ഞങ്ങളെ എന്നും കാണും കേട്ടോ. ഞങ്ങള് കടന്നൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ പറഞ്ഞു ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ അറിയാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. പിന്നെന്താ എന്നാലും ആ ഒരു ലുക്ക് അങ്ങോട്ടങ്ങ് പോയ അയ്യോ ഞങ്ങള് വേറെ സംസാരിച്ചാണ്. അയ്യോ പുള്ളിക്കാരി സെറ്റാണ് പരിപാടി, വേറെ റേഞ്ചാ. കുറച്ചുകൂടി പറയട്ടെ വേണ്ടെന്നൊക്കെ. ഓക്കെ, വിട്ടേരെ അവിടെ വിട്ടേരെ. ഓക്കെ, ഇപ്പൊ ആന്റണി ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ അത് പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, ആന്റണി ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ചെയ്ത സിനിമകളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഒരു അങ്കമാലി സ്ലാങ് വരുന്നുണ്ട് എന്ന്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തോന്നിയിട്ടുണ്ട്. വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. അല്ല, അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ? കയ്യിൽ പോയി പോട്ടെ, ഞാൻ ഞാനും സംഭവിച്ചു. അയ്യോ അതല്ല കുട്ടി ചോദിച്ചത്. ഏതെങ്കിലും ഡയറക്ടർ ഇതിനെ പറ്റിട്ട് എന്താ പറഞ്ഞത്? എപ്പോഴെങ്കിലും അങ്ങനെ സ്ലാങ് പിടിക്കുക അങ്ങനെ വല്ലതും പറഞ്ഞു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇത് ചെയ്തപ്പോ എന്നാ ഐ മീൻ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ, ആ ഒരു കരയുടെ തീരത്താണല്ലോ. അപ്പൊ അവരുടെ സ്ലാങ് എന്ന് പറയുമ്പോ ഒരു വേറെ ശൈലി തന്നെ ആണോ? നമ്മള് ട്രൈ ചെയ്തിട്ടുണ്ട്. വരുമ്പോ അറിയാലോ, അപ്പൊ അറിയാൻ പറ്റും. സിനിമ സെപ്റ്റംബർ 13 റിലീസാണ്. കണ്ടുപോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയാം. ഈ പടത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം അല്ല, ഈ പടത്തിൽ വേറൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടുപോക്കൂ. ഉണ്ട് കാണാൻ തക്കോണം കുറേ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ മുമ്പ് ഒരു കാര്യം വിട്ടുപോയി. ചേച്ചിനോട് ചോദിക്കുകയാണെങ്കിൽ ഡയറക്ഷൻ ചെയ്തെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ആന്റണി ചേട്ടനെ വെച്ച് ഡയറക്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായാൽ ചെയ്യുമോ? പിന്നെന്താ, അടിപൊളിയല്ലേ. ഇവനാണെങ്കിൽ എനിക്ക് സുഖമാണ്. കാരണം ഇത്രയും കമ്പനി ആയിട്ട് മറ്റേ സെറ്റിലും ടെൻഷനും ഇല്ല, സുഖമായിട്ട് പണി നടക്കും. എങ്ങനെയുള്ള ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഒരു ഒരു ആസ് എ ഡയറക്ടർ വേ ഓഫ് പോയിന്റിൽ ചേട്ടൻ എങ്ങനെയുള്ള ക്യാരക്ടർ കൊടുക്കാനായിരിക്കും ഒരു പ്ലാൻ? ഇതുവരെയും ചെയ്യാത്ത ഒരു സാധനമായിരിക്കണം ഡെഫിനറ്റ്ലി. കാരണം എനിക്ക് തോന്നുന്നു പെപ്പയ്ക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പൊ സ്ഥിരം എല്ലാവരും അടി ഇടി എന്നൊക്കെ പറയുകയാണെങ്കിലും ഐ തിങ്ക് വേറെ കുറെ ക്യാരക്ടേഴ്സ് പിടിക്കാനായിട്ടുള്ള പൊട്ടൻഷ്യലും ആഗ്രഹമുണ്ട്. സോ ഒരു എന്താണ് ഒരു നൈസ് ചോക്ലേറ്റ് ബോയ് ഒക്കെ ആയിട്ടൊക്കെ നല്ല രസമായിരിക്കും. കൊച്ചിന്റെ പഴയ നിറം അത് ഒരു അല്ല, എന്തായാലും ഒരു രാജമല്ലി പാട്ട് ബാക്കി അല്ല, ഞാൻ ചോക്ലേറ്റ് ബോയ് എന്ന് ഉദ്ദേശിച്ച ഒരു നൈസ് ഒരു റൊമാൻറ്റിക്
ഒരു ഇങ്ങനെ കോമഡി ഒക്കെ അടിച്ച് നമ്മുടെ പണ്ടത്തെ ലാലേട്ടന്റെ ഒക്കെ ചിത്രങ്ങളുണ്ടല്ലോ ക്യൂട്ട് പെപ്പെ. അതന്നെ ക്യൂട്ട് പെപ്പെ. പാവം. ഓക്കെ, അതെ, ഞങ്ങളും കാണാൻ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഒരു ക്യാരക്ടറോട് കൂടി ചേച്ചി ഡയറക്ട് ചെയ്ത അടിപൊളിയായിരിക്കും. ആയിക്കോട്ടെ, നിങ്ങളിപ്പോ സിനിമ എല്ലാം തീരുമാനിച്ചല്ലോ, ഇനി പ്രൊഡ്യൂസറിനെ കൂടെ തപ്പിത്തായിരിക്കും, ഒരു കഥയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അയ്യോ അല്ല, ഇപ്പൊ പൊതുവെ ഇപ്പൊ ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ഷൻ ഇങ്ങനെയാണല്ലോ ഇപ്പൊ പോകുന്നത്. എങ്ങനെ പോകുന്നു എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയല്ല, അഭിനയിച്ച് കഴിയുമ്പോ നമ്മളൊന്ന് പ്രൊഡക്ഷനിലോട്ട് തിരിയും, പ്രൊഡക്ഷനിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഡയറക്ഷനിലോട്ട് തിരിയും. അങ്ങനെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത് വേറെ റേഞ്ച്. ഇതിന് മറ്റേത് കൊടുക്കണ്ടായിരുന്നു. ആ ഐഡിയക്ക് അടിപൊളി. വേണ്ട, ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൊണ്ടലില് ഇതേപോലെ ബോട്ടില് ആരെങ്കിലും ചളി പറഞ്ഞാൽ എല്ലാരും കൂടി ബോട്ട് മൊത്തം അത് കടലിൽ വെച്ച് ബോട്ട് മൊത്തം കൈയടിക്കുന്നത്. ഇവിടെ ഷൂട്ട് അയാള് മാത്രം ഇങ്ങനെ നിൽക്കണ്ടോ? കൈയടി കേൾക്കുമ്പോ ഷൂട്ട് ബാക്കി എല്ലാവരും കൈയടിക്കും. പലതരം എന്റർടൈൻമെന്റുകളായിരുന്നു അവിടെ. വേറെ പണിയില്ലല്ലോ. അല്ല, പക്ഷെ അതാണ് ഇവർ ഈ കടലിൽ നടന്ന കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ സത്യമായിട്ടും സങ്കടം തോന്നും. കാണാൻ പറ്റിയില്ല ഇവരോട്, അവിടെ ഒരു ദിവസമെങ്കിലും പോയി എന്താ ചെയ്തതെന്ന് കാണാൻ. പിന്നെ അല്ലാതെ കയറ അവിടെ തന്നെ ഉണ്ട്. ബ്ലാക്ക് ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ചവരുണ്ട്. ബ്ലാക്ക് ക്ലോത്തോ? അത് വേറൊരു പറയുന്നില്ലല്ലോ. എല്ലാം ഒന്നും സമയം പറയാൻ പറ്റില്ല. ഇപ്പൊ സഭയെ പറയാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതിപ്പോ ഓൾറെഡി കുറെയൊക്കെ പറഞ്ഞു, എന്നാലും പുതിയ എന്തെങ്കിലും അനുഭവങ്ങൾ ഇരുപത് സദസ്സിലാവട്ടെ. അല്ല, ഇതിപ്പോ ഇതല്ലാതെ അനുസരിച്ച് നല്ലപോലെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ നിങ്ങളുടെ സെറ്റിലെ കുറച്ച് ഫണ്ണി എലമെന്റ്സ് ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ. ആ കടലിന് അടുക്കല്ല, കരയില് കാലിന് പരിക്കും പറ്റി. അതോടുകൂടി ക്രിക്കറ്റ് കളി നിർത്തിക്കോളാൻ. ഷൂട്ടല്ലേ, വെറുതെ അതിനേറ്റവും സോഫി ചേച്ചി വിളിച്ചു പറഞ്ഞു കളി നിർത്തിക്കോ. സമാധാനത്തിൽ കളിച്ചോണ്ട് പോയിരുന്നു. അവൻ ആത്മാർത്ഥത ഇത്തിരി കൂടി. ഒരു 6 പോയ ബോൾ ചാടി ഔട്ടാക്കാൻ നോക്കിയതാ. അഫ്സല് അവന്റെ കാലിന് പണി കിട്ടി. ഒരു ചെറിയ സിമെന്റ് മതിലേല് കാല് പോയി. ഓ, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ വൻ കോമഡി ആയിരുന്നു. അത് കോമഡി ആയിരുന്നു, അതല്ല പറഞ്ഞത്. പറയാനാണ് ഒരുപാടുണ്ട്. അതല്ല ചിരിച്ചു കൊടുത്താൽ. ഇപ്പൊ കരയില് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഭയങ്കര കോമഡി ആയിരുന്നു. കോമഡി ആയിരുന്നു പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടത്. അപ്പൊ കടലിന്റെ നടുക്ക് വെച്ചിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാവുമ്പോ എങ്ങനെയാ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നേ? ഒന്നുമില്ല, അതങ്ങോട്ട് ഫേസ് ചെറിയ ചെറിയ തുണികളല്ലേ. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാ? നേരെ നല്ല വലിയ കാര്യമായിട്ടൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും അപ്പൊ തന്നെ ബോട്ട് തിരിക്കേണ്ടി വരും. അല്ലാണ്ട് വേറെ കടലിൽ വെച്ച് ആർക്കും ഒന്നും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്. ഓക്കെ, അപ്പൊ ഫൈറ്റ് സീൻ ചെയ്യുമ്പോഴും ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഒന്നും ഇഞ്ചുറീസ് അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും ഹാൻഡിൽ ചെയ്തൊക്കെ നിന്ന്. ഓക്കെ, എന്നായാലും കുട്ടീനെ ഞങ്ങള് ബുദ്ധിമുട്ടിച്ചോ? സന്തോഷമുണ്ട്. സന്തോഷിപ്പിക്കണോ? വേണ്ട വേണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, എന്നായാലും ഞങ്ങക്ക് വരുന്നേ കോട്ടയംകാരല്ലേ? ഞാൻ അവിടെ വായ നോക്കാൻ വേണ്ടി. സോറി, എന്റെ ജിയോഗ്രഫി കുറച്ച് പോറാണ്, അതുകൊണ്ട്. ഓക്കെ, എന്നാലും സെപ്റ്റംബർ 13-ാം തീയതി നമ്മുടെ ഓണം പ്രമാണിച്ച് കൊണ്ടല് തിയേറ്ററിൽ വരുക. ഫൈനലി എന്നാ ഓഡിയൻസിനോട് പറയാനുള്ളേ? എല്ലാവരും തിയേറ്ററിൽ പടം കാണണം, വിജയിപ്പിക്കണം. കുടുംബത്തോട് കാണാൻ പറ്റിയ ഒരു പടമാണ്. അതെ, ഇടിയടി മാത്രമല്ല, എന്താണ് ഇതിനകത്ത് എല്ലാ എലമെന്റ്സും ഉണ്ട്. അതെ, എല്ലാരും ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ എല്ലാരും പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ കടലിൽ പോയ ഒരുപാട് സീൻസ്, വിഷ്വൽസ് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അതും ലൈവായിട്ട് പോയി ഉള്ള ഇവരെല്ലാരും ഇത്രയും കഷ്ടപ്പെട്ട് കടലിൽ പോയിട്ട് ഷൂട്ട് ചെയ്താണ്. കഷ്ടപ്പെടാതെ കടലിലെ ജീവിതവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അണ്ടർ വാട്ടർ ഒരു പരിപാടി ഉണ്ട്. പിന്നെ ബോട്ടിന്റെ അടിയിൽ ഉള്ള ഒരു ഈ സ്റ്റോർ റൂമിലെ കുറച്ച് പരിപാടികളുണ്ട്. ബോട്ടിന്റെ മുകളിലുണ്ട്. അങ്ങനെ കുറെ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. കടല് കാണാൻ ഭയങ്കര മൂടായിരിക്കും. ആയിരിക്കും. ഓക്കെ, എന്നാലും അത് കാണാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. 13-ാം തീയതി തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞങ്ങൾ അഭിപ്രായം പറയുന്നതായിരിക്കും. എന്നാലും വലിയൊരു സക്സസ് ആയിട്ട് ഓണമായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഓണത്തിൽ ഹിറ്റ് ആവട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.